ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോളപ്പൊടിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിയുമായിട്ടാണ്. അതിനായി ഞാൻ ചെയ്തിരിക്കുന്നത് ചോളപ്പൊടി നമ്മൾ പുട്ടിന് കുഴക്കുന്ന കണക്ക് കുഴക്കണം. ശകലം ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് കൈവെള്ളം ഒഴിച്ചൊഴിച്ച് തളിച്ചാൽ മതി. കാരണം എത്രത്തോളം വെള്ളം വേണമെന്ന് അറിയത്തില്ലല്ലോ. ആ ഒരു പുട്ടിൻ്റെ തരിതരിപ്പ് അതിന് കിട്ടണം. ആ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചാൽ മതി. വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കാൻ നിൽക്കരുത്. ആ ഒരു കുഴഞ്ഞ പരുവം കിട്ടാൻ വേണ്ടിയാണ്. മാവ് മൊത്തം നനയും വേണം, എന്നാൽ കട്ട പിടിക്കാനും പാടില്ല. ആ രീതിയിൽ ഉടച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ കട്ടയായിട്ട് പോകും. നമുക്കറിയാമല്ലോ പുട്ടിൻ്റെ ഒരു തരിതരിപ്പ്. ആ രീതി വേണം മാവ് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞ്, ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ച്, കറിവേപ്പില, വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് താളിക്കാൻ വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ സാധനങ്ങളെല്ലാം ഇട്ട് വഴറ്റി. ഇതിനകത്ത് ഞാൻ ക്യാരറ്റ്, ബീൻസ്, ഉള്ളി ഇതെല്ലാം ചേർക്കുന്നുണ്ട്. ഞാൻ കണ്ട വീഡിയോയ്ക്കകത്ത് ഇതൊന്നും ചേർക്കുന്നില്ല. അവർ വെറും വറ്റൽമുളകും കടുകും മാത്രം ഇട്ട് പൊട്ടിച്ച് ഈ മാവ് എടുത്ത് മിക്സ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചത് നമ്മളെ മാവ് ഒന്നും കൂടെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചത്. അപ്പം നമ്മൾ മാവ് കുഴച്ചതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി, അത് ഓപ്ഷനാണ്. ഇത് വേവിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇച്ചിരി തീ വേണമെങ്കിൽ കൂട്ടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം തീ കുറച്ച് വെച്ച് വേവിക്കണം. തീ കുറച്ച് വെച്ചാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് തീ കുറച്ച് വെച്ച് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ ചിലർക്ക് ഇഷ്ടവുമാണ്. ചെയ്ത് നോക്കാം. ഹെൽത്തി ഫുഡാണ്.